ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീട്ടിലോട്ട് പോവാം. തേങ്ങ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കാതെയും ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ പൊടിക്കാതെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഭാഗമാണ് മൈദ എടുത്തിട്ടുള്ളത്. മൈദ നമുക്ക് അല്പാൽപമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. കൈവച്ച് തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാവ് മുഴുവൻ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റിൻ്റെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ചില ആൾക്കാർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ മാവ് മുഴുവൻ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിമിൽ ഓയിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അടിഭാഗം ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. അത് പിന്നെ തണുത്ത് കഴിയുമ്പോൾ ശരിക്കുള്ള ആ പെർഫെക്റ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ആ കളറാകാൻ വേണ്ടി വെച്ചാൽ അത് കരിഞ്ഞ ഒരു കറുത്ത കളറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി മാറ്റണം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ബിസ്ക്കറ്റും ചെയ്തെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറോട്ട് മാറ്റണം. അല്ലെങ്കിൽ തണുത്ത് പോവും, പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല റെസിപ്പീസുമായിട്ട്. Thank you for watching.